ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വാണിയംകുളം ചന്തയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിൽ ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ബുധനാഴ്ച മുതൽ തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. വ്യാഴാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 2-2:30 വരെയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന വലിയൊരു ചന്തയാണ് വാണിയംകുളം ചന്ത. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും കന്നുകാലികളെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകാറുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളും ഇവിടെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവരാറുണ്ട്. ഈ ആഴ്ചയിൽ ഇഷ്ടംപോലെ കന്നുകാലികൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ച ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളുടെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോങ്കോളിന്റെ ബ്രീഡപ്പെട്ടിട്ടുള്ള കുറച്ച് കാളക്കുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഒരുപാട് കാളക്കുട്ടികളുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കാളക്കുട്ടികളൊക്കെ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഹോങ്കോളിന്റെ ബ്രീഡപ്പെട്ടിട്ടുള്ള കാളക്കുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഒരു 5 എണ്ണത്തിന് പിടിച്ചിട്ടുള്ളൂ. ബാക്കി വണ്ടികളിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളതിൽ വെച്ചിട്ട് വലിയൊരു 5 എണ്ണമാണ് ഇതായി കാണുന്നത്. ഇതിനേക്കാൾ ചെറിയ കന്നുകാലികളാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകാലികൾക്കൊക്കെ ചന്തയിൽ 30,000 രൂപ മുതൽ 48,000, 50,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല വലുപ്പത്തിനുള്ള അടിപൊളി വളർത്തുകുട്ടികളാണ്. നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള അടിപൊളി കുട്ടികളാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലുത് ഒഴിവാക്കിയിട്ട് 5 എണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വളർത്താന്നുള്ള ലെവലിൽ നമ്മൾ മേടിക്കുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച് നിർത്താറുണ്ട്. ഒരുപാട് പേര് ചന്തയിൽ നല്ല കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും നല്ല കുട്ടികൾ വന്നോളണമെന്നില്ല. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് നിർത്താറുണ്ട്. എടുത്ത് നിർത്തിയിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ റീൽസ് ആയിട്ടും വ്ളോഗായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് മേടിച്ച് കൊണ്ടുപോകാറാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് 5 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് 5 എണ്ണം സെയിലായിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ്, 2 ദിവസം മുൻപൊക്കെ ചെയ്തതാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികൾ, നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാം വളരുന്ന കുട്ടികൾ തന്നെയാണ്. എങ്കിലും കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. നല്ല ചുരുണ്ട കൊമ്പുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള രീതിയിലുള്ള അടിപൊളി കുട്ടികളൊക്കെ ഇപ്പോൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം 8 മാസം മുതൽ 10 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ചന്തയിൽ ചോദിക്കുന്ന വില 26,000 രൂപ മുതൽ 38,000 രൂപ വരെയാണ്. ഓരോന്നിന്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഇറച്ചിക്കന്നുകളെ കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ധാരാളം കാളക്കുട്ടികൾ, വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള കാളക്കുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കാങ്കേയത്തിന്റെ ബ്രീഡപ്പെട്ടത്, അല്ലെങ്കിൽ കാങ്കേയത്തിന്റെ ഒരു ക്രോസ് ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാങ്കേയം മോങ്കോളിന്റെ ഒരു ക്രോസ് ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് നമുക്ക് ബ്രീഡ് ഏതാണെന്ന് അറിയില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള 2 കുട്ടികൾ. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികൾ. ഇത് ഏകദേശം ഒരു 7 മാസമൊക്കെ പ്രായം, 6 മാസം 7 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ കൂട്ടത്തിൽ പല ബ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ട്. കാങ്കയുണ്ട്, ഹോങ്കോൾ ക്രോസ് ഉണ്ട്, ഗിയർ ക്രോസ് ഉണ്ട്, അങ്ങനെ പല ബ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹോങ്കോളിന്റെ ബ്രീഡപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ ഹോങ്കോളിന്റെ ഒരു ക്രോസ് ബ്രീഡപ്പെട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ധാരാളം വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സഹിവാളിന്റെ ബ്രീഡപ്പെട്ടുള്ള ഒരു കുട്ടിനെ കെട്ടിയിട്ടുണ്ട്. ഈ സഹിവാളിന്റെ ബ്രീഡൊക്കെ ചന്തയിൽ ചോദിക്കുന്ന വില 38, 39 ആ റേഞ്ചൊക്കെയാണ് ഇതായി കാണുന്ന കുട്ടിക്ക് ചോദിക്കുന്നത്. ചുവന്ന കുട്ടി അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം പവറും തോന്നിക്കുന്നുണ്ട്. ഈ ചുവന്ന കുട്ടികൾക്കൊക്കെ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. അത്യാവശ്യം ആളുകൾ ഇതുപോലുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് മേടിച്ച് നിർത്തും. ഇത് വലുതായി കഴിഞ്ഞാലും കാണുമ്പോൾ തന്നെ നല്ല പവർ ഉണ്ടാവും. വിൽക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വില കിട്ടും. അതുപോലുള്ള ചുവന്ന നിറത്തിലുള്ളത് അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലുള്ളതൊക്കെ അത്യാവശ്യം വിലക്ക് ആളുകൾ മേടിച്ചു കൊണ്ടുപോകും. ആ പരുവത്തിനുള്ള കുട്ടികളും ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത്
ഓങ്കോളിന്റെ ക്രോസ് ബ്രീഡ്, ഗീറിന്റെ ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു 38-40 ആ റേഞ്ചൊക്കെയാണ് വലുതുകൾക്കൊക്കെ ചോദിക്കുന്ന വില. ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഏകദേശം 34,000-32,000 രൂപ മുതൽ 40 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഇതായി കാണുന്നത് അവർ ചോദിക്കുന്ന വിലകളാണ്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്തെടുക്കുക. ചന്തയിൽ അവർ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല. നമുക്ക് എത്രയാണോ മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ചെറിയ കുട്ടികളുടെ പിറകുവശമാണ് ഇതായി കാണുന്നത്. ഈ കാണുന്ന കുട്ടികൾ ഏകദേശം ഒരു 7 മാസം 8 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ചന്തയിൽ ഇപ്പൊ ചോദിക്കുന്ന വില 18,000-19,000 രൂപ മുതൽ 26,000-27,000 രൂപ വരെയൊക്കെയാണ് ഈ കാണുന്ന കുട്ടികൾക്ക് ചന്തയിൽ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന വിലയാണ്, ആ വില കൊടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു 8 മാസം 10 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ഈ പരുവത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം 26 രൂപ മുതൽ 32-34 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. ഈ വലിയ പോത്തുകൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം 52,000 രൂപ മുതൽ 65,000 രൂപ വരെയൊക്കെയാണ് ഈ കാണുന്ന പോത്തുകൾക്ക് വില ചോദിക്കുന്നത്. ഓരോന്നിന്റെ വലിപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ മീറ്റിന്റെ ലെവലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ചന്തയിൽ വില പറയാറുള്ളത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ കുട്ടികളാണ് അവിടെ ആ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. അതൊക്കെ ഏകദേശം 17-18 ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാളകളെയും പശുക്കളെയൊക്കെ വിൽക്കുന്ന നാടൻ കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. രാവിലെ നേരത്തെ വന്നാൽ ഈ ഭാഗത്താണ് കൂടുതൽ തിരക്കുള്ള ഭാഗം. നമ്മൾ ചന്തയിൽ നിന്ന് 2 കുട്ടികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓങ്കോളിന്റെ 5 മേടിച്ചത് കഴിഞ്ഞു. അത് കഴിഞ്ഞതായി നമ്മളിപ്പോൾ ഈ 2 കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഓങ്കോളിന്റെ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇടനീളവും കാൽപ്പൊക്കമുള്ള വളർത്താൻ പറ്റിയ എല്ലാ ലക്ഷണവും മൊത്തം അടിപൊളി 2 കുട്ടികളാണ്. ഓങ്കോളിന്റെ ക്രോസ് ബ്രീഡാണ്. ഒരെണ്ണം തൈ കാണുന്നതും മറ്റേതായി കാണുന്ന വെള്ളക്കന്നുമാണ്. അങ്ങനെ 2 കന്നുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. രണ്ടും കൂടി 59,000 രൂപയാണ് ചോദിക്കുന്ന വില. കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാൻ തയ്യാറാണ്. 2 വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാനും ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെ പിരിച്ചു കൊടുക്കാനും തയ്യാറാണ്. ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോത്തിൻകുട്ടികളും കാളക്കുട്ടികളൊക്കെ നമ്മൾ മേടിച്ച് നിർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന കന്നുകാലികളുടെ വീഡിയോസ് നമ്മൾ റീൽസ് ആയിട്ട് നമ്മളുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയിലും വാണിയംകുളത്തെയും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.